കുടുംബജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തെക്കാൾ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കളെ സ്കൂളിൽ കൊടുക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ലോകം മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിലാണ്. പൂട്ടി സൂക്ഷിക്കാൻ പറ്റില്ല. ഇത് നിലവിലുള്ളതൊന്നും നമുക്ക് വേണ്ടെന്ന് നിഷേധിക്കാൻ പറ്റില്ല. മൊബൈൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് വേണ്ടെന്ന് പറയാൻ പറ്റില്ല, ടെലിവിഷൻ വേണ്ടെന്ന് പറയാൻ പറ്റില്ല, മക്കളെ ഉപരിപഠനത്തിന് വേണ്ടി അയക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. ബൈബിൾ പറയുന്ന ഒരു വചനം ഇതാണ്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക. നല്ല അടിത്തറയിട്ട് കൊടുത്തേക്കുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണുമ്പോഴും മാതാപിതാക്കൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് വിനോദം അതിൽ പങ്കുചേർന്നാണ് കാണുന്നതെങ്കിൽ ആ മക്കൾ നമുക്ക് നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നത് പറയുന്നതിന് അർത്ഥമില്ല. അപ്പോൾ കുറച്ച് ത്യാഗം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ മക്കൾക്കൊരു മാതൃകയാകാൻ വേണ്ടി കുറച്ചു നേരമാണെങ്കിലും ഇന്ന് കർത്താവിൻ്റെ മാതാവ് ചൊല്ലി ഒരു രഹസ്യം ജപമാലയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പാഠം നാളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പം ഇങ്ങനെയൊരു രീതി കുടുംബത്തിലുണ്ടെങ്കിൽ അതൊരു ശീലമായിട്ട് മാറും. ആ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് മാറി താമസിച്ചാലും അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് അവർ മുടക്കം വരുത്തില്ല. ഇതിന്ന് വഴി അഴിച്ചു വിട്ടിട്ട് ഒരു തകർച്ച വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ അവർ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ വരുന്ന ഈ കാലഘട്ടം മനസ്സിലാക്കി നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആദ്യമായിട്ട് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5, 6 തിരുവചനങ്ങളിൽ നമ്മുടെയൊക്കെ കുടുംബം ധന്യമാകാൻ ആവശ്യമുള്ള കുറേ നിധികൾ അവിടെ കുഴിച്ചിട്ടുണ്ട്. ഇന്ന് ധാരാളം പേർ ജോലി തേടി പോകുന്ന ഗൾഫ് രാജ്യം, അതിൻ്റെ ഇതിനും കുറച്ചു കാലങ്ങൾക്ക് മുൻപുള്ള ചരിത്രം എന്തായിരുന്നു? ലോകത്തുണ്ടായിരുന്ന ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞൊരു രാജ്യം, വെറും മണൽക്കാട്, അവിടെ ഇവിടെ നിൽക്കുന്ന ഓരോ ഈത്തപ്പന, ഒരൊട്ടകം ഉണ്ടെങ്കിലുണ്ട്, കടലിൽ പോയി മീൻ പിടിക്കുന്നു, കൊള്ളയടിക്കുന്നു. ദിവസത്തിൽ ഒരു നേരം പോലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തലമുറകൾ മരിച്ച് മണ്ണടിക്കുന്ന സ്ഥലമാണ് ഈ ഗൾഫ്. എന്നാൽ അവരുടെ കാഴ്ചവട്ടിൽ നിധി കിടപ്പുണ്ടായിരുന്ന എണ്ണ അവർക്കറിയില്ല. അത് കണ്ടെത്തിയതോടുകൂടി റോക്കറ്റ് പോലെ കുതിച്ചു ആ രാജ്യങ്ങൾ. ഇതിവിടെ പറയാൻ കാരണം, ഈ എണ്ണ കണ്ടെത്തുന്നതിന് മുൻപ് എങ്ങനെയാണോ ഗൾഫ് രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞത്, ഇതേപോലെ പല കുടുംബങ്ങളുണ്ട്. ഭൗതികമായിട്ടുള്ള സമ്പത്തുണ്ടാവും, ആത്മീയമായിട്ടുള്ള സമ്പത്തിൽ ദാരിദ്ര്യമാണ് അവിടെ. അതിൻ്റെതായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിൽക്കുന്നു. ഒരു ആത്മീയതയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എന്താ കാണാൻ പറ്റുന്നത്? ആത്മീയത ഇല്ലെങ്കിൽ അവിടെ എന്താ കാണാൻ പറ്റുന്നത്? അടിസ്ഥാനപരമായിട്ട് യഥാർത്ഥ ഭക്തിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവിടെ സ്നേഹമുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ ഫലമാണല്ലോ സ്നേഹം. അപ്പൊ ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ഐക്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉളവാകുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ സഹനശക്തിയുണ്ട്, അവിടെ ക്ഷമയുണ്ട്, അവിടെ കുടുംബവുമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനശക്തിയുണ്ട്, അവിടെ ക്ഷമയുമുണ്ട്. ഇതുണ്ടെങ്കിൽ ഏത് കുടുംബം രക്ഷപ്പെടില്ലാത്തത്. ഇതില്ലെങ്കിൽ ഏത് കുടുംബം ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ബൈബിൾ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 19-ന്റെ 5-6 വാക്യങ്ങളിൽ, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ചിന്തകളുണ്ട്. എന്താണത്? ഇന്ന് ധാരാളം യുവതിയുവാക്കളെ സ്വാധീനിക്കുന്ന ഒരു ഇതാണ്: മതം ഏതായാലെന്താ, മനുഷ്യൻ നന്നായാൽ പോലെ. മതം ഏതായാലെന്താ, മനുഷ്യൻ നന്നായാൽ പോലെ. ഈ പറയുന്ന കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒത്തിരി അപകടങ്ങൾ അതിനകത്ത് പതിയിരിപ്പാണ്. ദൈവ മനുഷ്യരെല്ലാം തങ്ങളുടെ മക്കളെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു: നീ സ്വജനതയിൽ നല്ലാതെ ജീവിത പങ്കാളി സ്വീകരിച്ചേക്കരുത്. അബ്രാഹം വാർദ്ധക്യത്തിൽ മരിക്കുന്നതിന് മുൻപായിട്ട് തന്റെ ദാസനെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകൻ നീ അന്യ ജനതയിൽ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്തില്ലെന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു. തോബിയാസ് കൊടുക്കുന്ന ഉപദേശം മറ്റൊന്നല്ല. അങ്ങനെ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവഭയമുള്ള സകല കാരണന്മാരും അവരുടെ മക്കളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്: അന്യ ജനതയിൽ നിന്ന് പോയി ബന്ധം സ്ഥാപിച്ചേക്കരുത്. സോളമനെ കുറിച്ച് പറഞ്ഞ് ഇതിൽ പരം ജ്ഞാനി ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നില്ല, അത്ര ജ്ഞാനിയായിരുന്നു. ഈ ജ്ഞാനിയും അന്യജനതകളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ച് നശിച്ചത്
ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചത് ബൈബിളിൽ കാണാൻ പറ്റും. അപ്പൊ ചിലർ പറയുന്നതാണ് മതമേതായാലും എന്താ, മനുഷ്യൻ നന്നായ പോലെ. ഈ നല്ല മനുഷ്യന്റെ ആ തിരിച്ചറിയാനുള്ള സംവിധാനം എന്താണ്? ചില നല്ല പശു, നല്ല നായ എന്നൊക്കെ പറയുന്ന പോലെ ഈ നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ച സൃഷ്ടാവുമായി ദൈവവുമായിട്ടുള്ള ബന്ധമല്ലേ നന്മ എന്ന് പറയുന്നു. വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇടുക്കിയിൽ ഒരു കൺവെൻഷൻ നടത്തുന്നത്, പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന വന്നപ്പോൾ ഒരു സഹോദരി അല്പം സമതല തെറ്റിയതുപോലെ മാനസിക രോഗിയെ പോലെ തറയിൽ വീണുപകളം ഉണ്ടാക്കാൻ തുടങ്ങി, കാറി കൂവി പാടം വെച്ചു. അപ്പം പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാനും വ്യാഴാഴ്ചയോട് സംസാരിക്കാൻ പറയരുത്. ആ കുട്ടി പള്ളിയിൽ എല്ലാ കാര്യത്തിനും സജീവമായിട്ടുണ്ടായിരുന്നു, പള്ളിയിൽ എല്ലാ കാര്യത്തിനും. പക്ഷെ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട യുവാവുമായിട്ട് സ്നേഹത്തിലായി. ഒരുപക്ഷെ അവൾ ഇതായിരിക്കും നയിച്ചത്. അയാൾ ആ പെൺകുട്ടി ആഗ്രഹിച്ച നന്മയൊക്കെ അയാളോടതുപോലെ തോന്നി. അവൻ രജിസ്റ്റർ കഴിഞ്ഞു. അപ്പോഴും പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. പക്ഷെ കുദാശിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഈശോയെ സ്നേഹിച്ച് അറിഞ്ഞ മകള് മറ്റുള്ളവർ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ചങ്ക് പൊട്ടുക. ഈ സംഘർഷമാണ് ആ തറയിൽ കടന്നു വരേണ്ടത്. ഈ പതിവായിട്ട് പാരമ്പര്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചൊരു ഒരു മകൾ ഒരു മതമേതായാലെന്താ, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ ക്ഷേത്രങ്ങളും പൂജകളുമായിട്ട് ഈ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പള്ളിയിൽ മുക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ഡോക്ടറാണ്, ഭർത്താവ് അഡ്വക്കേറ്റ്. അദ്ദേഹം പറഞ്ഞു അച്ഛൻ്റെ മതമാണ് കുഞ്ഞിൻ്റെ മതം. ഇവിടെ വെച്ചപ്പോൾ അവർ പിരിയുക, രണ്ടായിട്ട് പിരിയുക. എവിടെ പോയി അവർ ഈ തത്വമൊക്കെ തൊലിപ്പുറത്ത് തോന്നുന്ന ഒരു വികാരം തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുടന്ത ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. തൊലിപ്പുറത്ത് താൽക്കാലികമായിട്ട് തോന്നുന്ന ഒരു വികാരത്തെ ന്യായീകരിക്കാൻ മുടന്ത ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ യാത്ര അക്കരെ എത്തണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങൾ പടി നടന്നെങ്കിൽ മാത്രമേ ഇത് അക്കരെ എടുക്കൂ. അങ്ങനെ ദൈവം യോജിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഒരു രണ്ട് വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു യുവതിയും യുവാവിനും ഒരു നല്ല ഭാര്യയായി ഭർത്താവായി ഒരപ്പനായി അമ്മയായി ജീവിക്കാനുള്ള പ്രഭാവനം കിട്ടുന്നത് വിവാഹം എന്ന് പറയുന്ന കുദാശയിലൂടെയാണ്. രജിസ്റ്റർ ഓഫീസിൽ ചേർന്ന് പോലീസും പട്ടാളവും യോജിപ്പിച്ചതുകൊണ്ട് അതിന് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് താമസിക്കാൻ ലൈസൻസ് കിട്ടുമായിരിക്കും. പക്ഷെ ഈ പ്രഭാവനം അവിടെ കിട്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം യോജിപ്പിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. യൂത്തിനൊക്കെ നടക്കുന്ന കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ചിന്തിക്കുന്നവരാ. ഒരുപക്ഷെ അവർക്ക് ഈ വശം കിട്ടിയിട്ടില്ല, മറുവശം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇന്ത്യയിൽ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് രണ്ട് മതി എന്ന് അന്ന് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്തു. മറുവശം പറഞ്ഞു കൊടുത്തില്ല. ഇപ്പൊ പറഞ്ഞു കൊടുത്തപ്പോഴോ ഇപ്പോഴത്തെ യുവജനങ്ങൾ ആ ബോധ്യം കിട്ടി. 5-6 മക്കൾക്ക് ജന്മം നൽകുന്ന യുവജനങ്ങൾ ആ ബോധ്യം കിട്ടിയവര്. അപ്പൊ മറുവശത്ത് നമുക്ക് തെറ്റായ സന്ദേശം കിട്ടുകയും ഈ വശത്ത് വേണ്ട സന്ദേശം കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ അറ്റതുകൊണ്ട് ജനം തെറ്റ് ചെയ്തു പോയി. ഈ തെറ്റ് നമ്മുടെ യുവജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ കടമയാണ്. യശയ്യാ ചോദിക്കുന്നുണ്ട്, ആരാ കേട്ടവനാണ് സന്ദേശം? എത്ര നാളത്തേക്ക് പറയണം? പറഞ്ഞോ? നഗരങ്ങളില് ജനവാസമില്ലാതാകുന്നവരെ പറഞ്ഞു. പറയാനുള്ള കടപ്പാട്, കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ ഇഷ്ടം. പറയാനുള്ള കടപ്പാടോട് പറയണം. ഹല്ലേലൂയ. അപ്പൊ ഒരു യുവാവും യുവതിയും തമ്മിൽ മരണം വരെ, ഞാൻ അവിവാഹിതനാണ്, ഞാൻ ചെയ്താലും തെറ്റേറ്റ മരണത്തോടി കഴിഞ്ഞു. പക്ഷെ കുടുംബജീവിതക്കാരുടെ അങ്ങനെയല്ല. അവർ ചെയ്ത നന്മ തിന്മയ്ക്ക് ഒരു ശാഖയുണ്ട്, ഒരു വേരുണ്ട്. അവർ നന്മ ചെയ്താൽ തലമുറകളിലേക്ക് ആ നന്മ ഒഴുകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ദമ്പതികളെ അവിടെ കാണാൻ പറ്റി, അബ്രാഹത്തെ. ഉൽപ്പത്തി 12:2. എന്നിട്ട് ദൈവം പറയാണ്, അബ്രാഹം നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒരു മനോഹരമായ അനുഗ്രഹമായ ഒരു നീർച്ചാലാണ്, ഒരു ഉറവയാണ് നീ. ഈ ഉറവ ഏതെല്ലാം പ്രദേശത്ത് ഒഴുകുവോ അതൊരു അനുഗ്രഹത്തിൻ്റെ. മറച്ചു ചിന്തിച്ച് നോക്കിക്കേ. ഈ അബ്രാഹം ദൈവത്തിന്റെ സന്നിധിയിൽ പാപഭംഗിരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ദൈവം പറയുന്നത്, നീ ഒരു ശാപമാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളിലേക്ക് എന്റെ ശാപം ഒഴുകുന്നല്ലേ പറയുള്ളൂ. ഇങ്ങനെ ഓരോ ഭാര്യയും ഭർത്താവും ഓരോ അപ്പനും അമ്മയും ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാകിയ ദൈവം യോജിപ്പിച്ചത് എന്ന് വെച്ചാൽ ദൈവം തന്നെ വേണം യോജിപ്പിക്കാൻ. ഇന്ന് ഞാൻ 10-32 വർഷമായിട്ട് അനേക രാജ്യങ്ങളിൽ ജനലക്ഷങ്ങളുമായിട്ട് വചനം പങ്കുവെച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ദൈവശാസ്ത്രമല്ല, ഞാൻ മനുഷ്യർക്കിടയിൽ കണ്ടുവരുന്ന ചില സത്യങ്ങൾ എന്താണത്? നല്ലൊരു ശതമാനം ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ ഈ ഭാര്യ ആയിരുന്നില്ല, ഈ ഭർത്താവിനെ ആയിരുന്നില്ല എനിക്ക് കിട്ടേണ്ടത് എന്നുള്ള ഇച്ഛാഭംഗം അവരുള്ളിൽ സൂക്ഷിക്കുന്നു. ആ ഒരു ഇച്ഛാഭംഗം ആരുടെ ഉള്ളിൽ കിടപ്പുണ്ടോ, ഇന്ന് യാഥാർത്ഥ്യത്തിലുള്ള ഭാര്യയെ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ കുടുംബത്തിലായിരുന്നില്ല ഞാൻ വരേണ്ടതെന്ന് ഈ മകൾ ചിന്തിക്കുന്നെങ്കിൽ ആ കുടുംബത്തിൽ ആരെ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവിടെയാണ് നമുക്ക് ഒരു പൊളിച്ചു പണി ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് 20, 30, 40, 50 വർഷം പിന്നിട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത കിടപ്പുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കണം. ഇത് പറയാൻ കാരണം ഒരിക്കലും അമ്മച്ചിയായിട്ട് സംസാരിക്കും. നല്ല പ്രായമുള്ള അമ്മച്ചി സംസാരിക്കുന്നതിനിടയിൽ അമ്മച്ചി പറഞ്ഞു, അവന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴുന്നു. ആരുടെ തലയിലാണ് ചേട്ടത്തി വീഴും? ആ ഇടക്കാരന്റെ തലയിൽ, പിന്നെ അല്ലാണ്ട് ആരുടെ തലയിലാണ്? ഹാലേലിയ. എത്രയോ വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ അമ്മച്ചിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഇടക്കാരനാണ് പറ്റിച്ചത്. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ ഞാൻ വരേണ്ടവളല്ല, ഇങ്ങനെ ആയിരുന്നില്ല എനിക്ക് ഭർത്താവായി കിട്ടേണ്ടത്. ഒരു ചതിയിൽ പെട്ടുപോയതാ. എന്താണ് ആ ചതി? ആ ഇടക്കാരൻ അവൻ പറ്റിച്ചത്. അപ്പൊ ഈ സ്ത്രീ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷന്റെ ഭാര്യയായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. ഇതെന്ന് പല കുടുംബത്തിലും കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 കൊല്ലമാണെങ്കിലും 50 കൊല്ലമാണെങ്കിലും ഇങ്ങനെ വല്ലത് ഉള്ളിൽ ദഹിക്കാതെ കിടപ്പുണ്ടോ എന്ന് നോക്കണം. ദഹിക്കാതെ കിടപ്പുണ്ടെങ്കിൽ ഒരു ഭക്ഷണവും പിന്നെ ദഹിക്കില്ല. ആദ്യമായിട്ട് അതും ദഹിക്കട്ടെ. എങ്ങനെ ദഹിക്കുന്നത്? വചനം കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റും. ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി 2:18. ഉൽപ്പത്തി 2:18. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ചിലപ്പോൾ ഒരു അച്ഛനായിരിക്കും പറഞ്ഞത്, നിന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സിസ്റ്ററായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ നാത്തൂനായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും പറഞ്ഞത്. അവിടെ ഒരു പയ്യനുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഇത്രയും അവർ പറഞ്ഞോളൂ. ബാക്കിയൊക്കെ ഇവരാണ് ആലോചിച്ചതും കണ്ടത്. എന്നിട്ട് ഈ പറഞ്ഞയാളെയാണ് ഇപ്പൊ കുരിശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ബൈബിൾ പറയാണ് ഉൽപ്പത്തി 2:18, അവന് ചേർന്ന ഇണയും ഞാൻ നൽകുന്ന പറയും. അവന് ചേർന്ന ഇണയും ഞാൻ നൽകും. അത് പറഞ്ഞു തീരേണ്ട അവസ്ഥ നോക്കി എനിക്ക് എത്രയോ പേരുടെ മുഖത്ത് ഗൗരവമായത്. ഞാൻ വിചാരിച്ചു അപ്പനെ തെറ്റുപറ്റിയത്. അപ്പൊ ദൈവമാണോ ഈ പണി ഒപ്പിച്ചത്? ദൈവമാണോ ഇതിനെ എനിക്ക് തന്നത്? നമ്മുടെ ധാരണ, ദൈവത്തിന് തെറ്റുപറ്റില്ല, നമ്മുടെ അറിവിൽ തെറ്റുപറ്റാം. ജീസസ് യൂത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ധാരാളം അവരുടെ സമപ്രായക്കാരൻ പല കുട്ടികളെയും ദൈവത്തിൽ കൊണ്ടുവന്നൊരു മകളാണ്. വിവാഹമൊക്കെ അടുത്ത് വന്നപ്പോൾ വലിയ ഡിമാൻഡൊന്നുമില്ല. കർത്താവ് നിന്നെ ആദ്യം മകനായിരിക്കണം, ദുശീലങ്ങളൊന്നും പാടില്ല, സ്നേഹമുള്ള ഒരാളായിരിക്കണം. നീ ചെറിയ ചെറിയ കാര്യങ്ങളെ ആവശ്യപ്പെട്ടുള്ളൂ. കല്യാണം കഴിയുന്നു. ഭർത്താവ് മുറിയിലേക്ക് വരുന്നതിന് മുൻപേ മുറിയിലെത്തിയ മദ്യത്തിന്റെ ഗന്ധം. അപ്പോഴും പ്രാർത്ഥനയുള്ള കുട്ടിയായതുകൊണ്ട് ചിലപ്പോൾ കൂട്ടുകാരെ സൽക്കരിച്ചായിരിക്കും, സാരമില്ല. പിന്നെയാ മനസ്സിലായത് മുക്കുടിയാണ്. അന്നേ എൻ്റെ ഹൃദയം തകർന്നത്. പിന്നെ 2 കുടുംബം തമ്മിലുള്ള വ്യത്യാസം. ഇവരുടെ വീട്ടില് അപ്പൻ ഒരു കട നടത്തുകയാണ്, ആങ്ങള സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അമ്മ വീട്ടമ്മയാണ്. ഇവർ ഇന്നലെ വരെ കോളേജിൽ പഠിക്കുകയായിരുന്നു. നേരെ വെളുത്ത 4 വഴിക്ക് പോകും. വൈകുന്നേരമാണ് സമ്മേളിക്കുന്നത്. അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണ്. കുറേ നേരത്തേക്ക് അവിടെ പൊട്ടിച്ചിരി മാത്രമാണ് ആ വീട്ടിൽ. കടയിലുണ്ടായ ഫലിതം അപ്പം പറയുമ്പോൾ, ഓഫീസിൽ തമാശ ആങ്ങള പറയുമ്പോൾ, കോളേജിൽ ഫലിതം പെങ്ങൾ പറയുമ്പോൾ കൂട്ടച്ചിരി, മാനപ്പടക്കത്തിൽ ഈ പുറത്തുള്ള ചിരിയാവും. ഇങ്ങനെ പറയാനും ചിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെ ആരും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നില്ല.